ക്ലീറ്റസേ തന്നെ അവന്റെ കള്ളവറക്കം കണ്ടില്ലേ? ഒരു വാർത്ത വായിച്ചു അളിയനെ ഒലക്കൊക്കെ അടിച്ചു വന്നു. അങ്ങനെ വാർത്തയൊക്കെ കാണാം. കൈ ഒന്ന് നിവർത്തേ. നിന്റെ കൈ ഒന്ന് നിവർക്കായി. കൈ നിവർക്കണ. കൈ നോക്കാനാണെങ്കിൽ ആണുങ്ങളെ വലത്തെ കൈയാ. നീ ഒന്ന് എഴുന്നേറ്റ്. നീ ഒന്ന് എഴുന്നേക്കായി. എന്തിനാണ് മകന് എഴുന്നേക്ക്? അയ്യോ, അമ്മയെ കണ്ടിട്ട് ഞാൻ ബഹുമാനം തന്നില്ല എന്നായിരിക്കും. ഞാൻ എഴുന്നേറ്റോളാമേ. അറിയോ? ആറങ്ങോട്ട്. നീ ഇരുന്നോട്ടെ. കാലത്ത് അല്ലേ ഈ തള്ളക്കിന്ത് വട്ടായ. കൊണ്ടുപോയത് എവിടെയാണ്? കൊണ്ടുപോയില്ലല്ലോ. എന്താണ് ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് വന്നിട്ടില്ല. എന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സാധനം കാണാതെ പോയത് പറഞ്ഞില്ലേ? ഒന്ന് തപ്പി നോക്കുന്നതിനകത്തെങ്കിലും കൊണ്ടാന്ന്. ഇതെന്തെന്ന് കേൾപ്പിക്കണിരിക്കോ? സമാധാനായി, അതിനകത്തൊന്നും ഒന്നുമില്ല. എന്താ വല്ല കമ്മൽ എന്തെങ്കിലും എന്റെ കാതി കിടന്ന് നീ കണ്ടായിരുന്ന കമ്മൽ? അമ്മേ നിർത്തിക്ക. എന്താ ഇവിടെ വരാൻ? എന്താന്ന്? ഞാൻ ഇന്നലെ എപ്പോഴാണ് ഇവിടെ കയറി വന്നത്? എന്താ കയ്യിലെന്തെങ്കിലും ഉണ്ടായിരുന്ന? എന്റെ കയ്യിലെന്തെങ്കിലും ഇരിക്കുന്നത് നിങ്ങൾ കണ്ടാണ്? അമ്മച്ചി 1000 രൂപയുടെ വെള്ളിയാഴ്ച തന്നേക്കണേ. അമ്മ പറഞ്ഞിട്ട് വന്ന നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ എന്തോ സാധനം കാണാതെ പോയിട്ടുണ്ടെന്ന്. അമ്മയുടെ സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നീ എടുത്തിട്ടുണ്ടോ? അങ്ങ് തിരിച്ചു കൊടുക്കും. ക്ലീറ്റു, ഇത് തമാശയല്ല. അമ്മയുടെ എന്തോ വിലപ്പെട്ട സാധനം കാണാതെ പോയിക്കണേ. പിന്നെ നിന്റെ അമ്മയുടെ വിലപ്പെട്ടത് അവിടെ ഇരിക്കുമല്ലേ? വിലപ്പെട്ടതല്ലെങ്കിൽ പിന്നെ 1000 രൂപയുടെ വെള്ളി ആരെങ്കിലും അമ്പലത്തിലോട്ട് നേരുവോ? അമ്മ 1000 രൂപ വെള്ളി കൊടുക്കാന്ന് പറഞ്ഞ അമ്പലത്തിൽ ആ സാധനം കിട്ടാൻ വേണ്ടിട്ട്. അല്ല, ഈ തള്ളയുടെ കലി വിലപ്പെട്ടതായിട്ട് ഇനി ബന്ധം ഉള്ളേ? ഇവിടെ വന്ന് ഓട്ടപ്രദക്ഷിണായിരുന്നു. അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന്. ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, അമ്മേ പറ, ഞാൻ നോക്കിത്തരാന്ന് പറഞ്ഞു. എന്തൊരു കരച്ചില്ല. ചുമ്മാതല്ല, ഞാൻ രാവിലെ ഇവിടെ പത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് നീ ഒന്ന് എഴുന്നേറ്റടാ, നിന്റെ കൈയൊന്ന് തുറന്നേ, നീ ഒന്ന് നോക്കേ, എണീറ്റേ, മാറിക്കെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ എഴുപ്പിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ കള്ളച്ചത് എന്തോ പറ്റി? എന്ത് സാധനം വിലപ്പെട്ടത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. ഇത്രമാത്രം ടെൻഷൻ അടിക്കാനായിട്ട്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നീ അറിയണമല്ലോ. എന്തായിരിക്കും? അതെ, അതല്ല, ഞാൻ അവളെന്തോ കണ്ടിട്ട് പറയുമ്പോൾ പറ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ സ്കൂളിലെ പരിപാടി ഉണ്ടാവൂലേ, ഡാൻസ് ഒക്കെ. അന്നേരം ഒരു ദിവസം അമ്മ എനിക്ക്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് ഒരു സ്വർണത്തിന്റെ പതക്കം വലുത് അതിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? സ്വർണത്തിന്റെ പതക്കോ? അതേപോലത്തെ കൊറേ മാല ഉണ്ടായില്ലോ. എന്നിട്ട് അതൊന്നും നീ അന്ന് അതൊന്നും പിടിച്ചു വാങ്ങിച്ചു വെച്ചില്ലയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? എന്റെ ദൈവമേ, ഇപ്പോഴാ ഞാനത് ഓർക്കണേ. ഞങ്ങളുടെ അച്ഛനെ ലഡാക്കിൽ അവിടെ ഇവിടെയൊക്കെ യുദ്ധത്തിന് പോവില്ലേ, അപ്പോഴൊക്കെ ഇങ്ങനെ കൊറേ സ്വർണം. അവന് മാല, കൈച്ചെയിൻ, എനിക്ക് സ്വർണത്തിന്റെ കമ്മല്. ഇതൊന്നും ഇപ്പൊ കാണണില്ലട്ടാ. എന്താന്നും പറഞ്ഞ് നോക്കണേ, എവിടെയാന്ന് പറഞ്ഞ് തിരയണത്? സ്വർണ്ണമൊക്കെ ആണെങ്കിൽ നമ്മൾ കാണൂലേ. ഇതിന് വല്ല കിഴി കിട്ടിയിരിക്കുമായിരിക്കോ? കിഴിയോ? നിങ്ങളെ കുടുംബത്തിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് കിഴിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അമ്മയുടെ ഒന്നും പറയാൻ പറ്റില്ല. ഇതെങ്ങനെ അവന്റെ കൈ കിട്ടുവോ? വിട്ടുകൊടുക്കരുത്.
തരാം. എന്തൊരു കഷ്ടമായി പോയേ ദൈവമേ, എന്റെ കണ്ണിലൊന്ന് കാണിച്ചതാ. ഓ, നോക്കി നോക്കി ഞാൻ മടുത്തു. ഞാൻ എവിടെ നോക്കാനാണ്? അമ്മൂമ്മ വിഷമിക്കാതെ അമ്മൂമ്മ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. എന്റെ പൊന്നുമോളെ ഞാൻ പ്രാർത്ഥിച്ച്, എന്നിട്ട് കിട്ടണ്ടേ? അത്ര വലിയ വിലയുള്ള സാധനമാണോ? എന്റെ പൊന്നുമോളെ അതിന്റെ വില നിശ്ചയിക്കാനാവത്തില്ല മുമ്പേക്ക്. ഇത് കിട്ടിയില്ലെങ്കിൽ അമ്മൂമ്മ ജീവിച്ചിരിക്കത്തില്ല. ഒരു ക്ലൂ പറ. ക്രൂ ഒന്നുമില്ല, എനിക്കൊരു ക്രൂവും ഇല്ല. അയ്യോ അയ്യോ, എന്റെ മക്കളെ, എന്റെ മോളെ ഞാൻ ഇതാണ് തിരക്കി നടന്നത്. എന്റെ മോക്ക് എവിടെ നേട്ടി? ആ ചേറിന്ന് ഈ പാട്ട് താക്കോലിന് വേണ്ടിയാണ് അമ്മൂമ്മ ഇത്രയും കരഞ്ഞത്. എന്റെ മോളെ, ഇതിന്റെ വില എന്താണ് നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. മക്കളെ മക്കളെ മക്കളെ, ഇതാരൂടെ പറയല്ലേ? പൊന്നുമോളെ, ഇത് ആരെങ്കിലും അറിഞ്ഞില്ല ഞാൻ അമ്മൂമ്മ ജീവിച്ചിരിക്കത്തില്ല. സത്യം ചെയ്യേ, സത്യമാണല്ലോ. ഇനി പറഞ്ഞ അമ്മൂമ്മ ചത്തുവോ? അയ്യോ ഇല്ല, ഞാൻ പറയാം. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയാണ് അമ്മൂമ്മ ഇത്രയും കരഞ്ഞത്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. എന്റെ മക്കളെ, മതി. തങ്കം, ഇടി തങ്കം, ഇങ്ങോട്ട് പോടി. നിധി, നിധി, നിന്റെ അമ്മ നേരത്തെ തെരഞ്ഞില്ലേ? അതെന്തോന്നറിയാമോ? നിധി. സ്വർണ്ണ നിറമുള്ള താക്കോല് നമ്മുടെ തക്കടി മോളുടെ കയ്യിൽ നിന്ന് അമ്മ മേടിക്കുന്നത് ഞാൻ കണ്ടു. അതേടി, എന്നിട്ട് അമ്മ പറഞ്ഞ ആരോടും പറയില്ലെന്നും പറഞ്ഞു. ചെറിയ സ്വർണ്ണ താക്കോലാണോ? അതെ. ആ, അതെ, ഞങ്ങളുടെ അമ്മയുടെ പെട്ടിയുടെ താക്കോല. അതിനകത്ത് അമ്മ സ്വർണ്ണൊക്കെ ഇട്ട് വെക്കണേ. അപ്പൊ നേരത്തെ അമ്മ തന്നു പറഞ്ഞ പതക്കൊക്കെ അതിനുള്ളില്ല. എല്ലാം അതിനകത്തായിരിക്കും. എന്റെ കർത്താവേ, ലക്ഷങ്ങൾ വരെയുള്ള സ്വർണ്ണമൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചത്. അതങ്ങനെ അവിടെ കിട്ടോ? അതെങ്ങനെ അവന്റെ എങ്ങനെ കിട്ടും? അങ്ങനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ശരിയാ, അമ്മയുടെ സ്വത്തിന് എനിക്ക് അവകാശമില്ലേ? നിനക്ക് മാത്രമല്ല, നമ്മുടെ തക്കളി പോക്ക് കൊണ്ടുവരാൻ അവകാശം. പിന്നെ നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് ചോദിച്ചു മേടിക്കണം. ചോദിക്കണം. നമുക്ക് ആരെയും നോക്കണ്ട കാര്യമില്ല. പ്ലീറ്റ് വന്നേ. അമ്മേ, അമ്മേ, അമ്മ ഞങ്ങൾ ഈ ചോദിക്കണൊന്നും കേൾക്കണില്ലേ? ഞാൻ നമ്മുടെ മോളിൽ നമുക്ക് എന്താ പറഞ്ഞാല്? അമ്മ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയേ. എന്താ നമ്മുടെ മനസ്സിലെന്ന് വിചാരിച്ചാൽ ഞങ്ങളോട് പറയേ. അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അമ്മേ, ഇനിയിപ്പോ മക്കളെ അടുത്തൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മരുമക്കൾ ഇവിടെ നിൽക്കുമല്ലേ, ഞങ്ങളടുത്ത് പറഞ്ഞൂടെ? അത് തന്നെ അമ്മേ, എനിക്കറിയാം ഇവരെക്കാട്ടിലൊക്കെ വിശ്വാസം എന്നെയാന്ന്. അതിടയ്ക്ക് അമ്മ പറയാറില്ലേ, എന്നോട് പറഞ്ഞു. ഈ പോലീസുകാർ പ്രതിയെ വളഞ്ഞു ചോദ്യം ചെയ്യുന്നതുപോലെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ പറയൂല. അതെന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വാശി? എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. ആ വാശിയുടെ ആവശ്യമില്ല, അതാണ് ഈ പറയുന്നത്. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത് വാശി വേണോ വേണ്ടെന്ന്. ആഹാ, അത് അമ്മയുടെ സ്വത്തിനൊന്നും മക്കൾക്ക് അവകാശമില്ല. ഇതൊക്കെ സ്വത്തൊന്നും തന്നില്ലേ ഞാൻ ഇതുവരെ? അതുപോലെയാണോ? ഇതെന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ ആഗ്രഹം കൊള്ളത്തില്ലല്ലോ. ഇത് ഞാനിപ്പോ പറയുന്നില്ല. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാശി? അതെന്തിനു പറ്റി പറ? പറയുന്നില്ല. അമ്മ അത് പറയും ഞങ്ങളോട്. ഞാൻ പറയൂല എന്ന് പറഞ്ഞു, എനിക്ക് പറയാൻ മനസ്സില്ല. അമ്മ പറയണ്ട, അതിനകത്ത് എന്താണെങ്കിലും അതിന് പപ്പാതി ഞങ്ങൾക്ക് വേണം. ഞാൻ തന്നിട്ടുണ്ടോ നീയൊക്കെ എടുക്കാന്? ഞങ്ങൾ എടുക്കും, നിന്റെ കൈ ഞാൻ പെട്ടും. അമ്മ നോക്ക് നോക്ക് നോക്ക്, ഈ താക്കോൽ ഇപ്പൊ കളഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. പോയി. ഇപ്പൊ ഇവിടെ പോയത് കൊണ്ട് അത് തിരിച്ചു കിട്ടി. ഇനി വല്ല അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ കടയിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഇത് പോയതെങ്കിൽ എവിടുന്ന് കിട്ടും? അതൊക്കെ പോട്ടെ. അതല്ലേ അമ്മ, അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് റെഡിയാക്കി വെക്കണം, അതിനാണ് ചോദിക്കുന്നത്. വേണ്ട. അമ്മ അതിനകത്ത് വല്ല കാശുണ്ടോ? കാശുണ്ടെങ്കിൽ അത് മാറ്റണം അമ്മ. പൈസ അതിനകത്ത് അട്ടി അട്ടിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനും കൊള്ളൂല. അത് ബാങ്ക് കൊണ്ടുപോയിട്ട് പുതിയ നോട്ടാക്കി മാറ്റണം. ഇല്ലെങ്കിൽ കത്തിച്ച് കളയാനേ പറ്റൂ. അതൊക്കെ എനിക്കറിയാം എന്ത് വേണമെന്ന്. കത്തിച്ച് കളയുന്നെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ എന്നാലും പറയുന്നില്ല. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വാശി എടുക്കണേ? അമ്മ ഒന്ന് എന്നെ നോക്കിക്കേ, എനിക്ക് ആരാ അമ്മയുള്ളത്? അമ്മ അല്ലാതെ ഇരിക്കുന്നത് ആര്? അവന് കെട്ടിയവനല്ലേ? ഇവനൊന്ന് ആലോചിച്ച് നോക്കി, അവൻ ഇനി എന്തിന്റെ കുറവുള്ളത്? അവനൊരു നല്ല ഗവൺമെന്റ് ജോലി ഉണ്ട്, വേണ്ട സ്വത്ത് മുതലുള്ള ഭാര്യയുമുണ്ട്, വീടുമായി, മക്കളും ഇല്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
എനിക്കിത് എന്തെങ്കിലും ഉണ്ടോ? എടി 10ാം ക്ലാസ് പഠിക്കുമ്പോ നല്ലപോലെ പഠിക്കണമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്ന? നീ അന്ന് എന്തോ കാണിച്ചത്? പറയടി രാണ്ട നിൽക്കുന്ന തടുത്തോണ്ട് പോലെ പോയി ജോലി ഒപ്പിക്കാൻ. എന്നാലും അമ്മ പറയൂല അല്ലേ? ആ പറയൂല. നീ എന്തിനാണ് ഏത് സമയത്തും അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ഈ ഇല്ലാ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല പാട്ട് വന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ അമ്മയോട് കൈ വെക്കുന്നത്. ആ പറയുന്നില്ല. നിന്റെ അടുത്തല്ലേ പറഞ്ഞത് പറയൂലെന്ന്? ഈ അമ്മ എന്തിനാ നീ തൊട്ടയിൽ പിടിച്ച് ചൂടാവണത്? അപ്പൊ അതിനകത്ത് എന്തുണ്ട്? പറയുമ്പോ എന്താ അമ്മ അതിനകത്ത്? അയ്യോ ഒരു സോപ്പിടുകാരൻ പറയുന്നില്ല. പറയമ്മ പ്ലീസ്. പറയൂല. എന്താ ഇങ്ങനെ പറയൂല പറയൂല എന്ന് പറഞ്ഞു? എനിക്ക് പറയാൻ മനസ്സില്ല. ഇനി നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയൂല പറയൂല പറയൂല. അല്ല അമ്മ എന്തൊരു വാശികളിയത്? വെള്ളമായിരുന്നു പറഞ്ഞ ഇങ്ങനെയാണോ? കനക നീ ഉറപ്പിച്ചോ? ഇതെന്താന്ന് നിനക്ക് മനസ്സിലായോ? എടാ അമ്മയുടെ സ്വർണ്ണപ്പെട്ടിയുടെ താക്കോലാടാ അത്. എടാ നമ്മുടെ പണ്ടത്തെ സ്വർണ്ണമൊക്കെ നീ ഓർക്കുന്നുണ്ട്? നിനക്കൊരു എന്താണ് ഈ പവിഴമുത്തിന്റെ ഒരു മാല ഉണ്ടായില്ലേ ഇങ്ങനെ ഇവിടെ പൊക്കിള് വരെ കിടക്കണ? അതൊക്കെ എവിടെ പോയി? ആ എന്റെ മാല നിന്റെ മാല അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടായില്ലേ? അതൊക്കെ വെച്ചു കൂട്ടിയേക്കുന്ന പെട്ടിയുടെ താക്കോലാറ്റിയത്. അപ്പൊ അതായിരിക്കും നാത്തൂന്. എന്താന്നറിയാമോ, ഞാൻ ഇടയ്ക്ക് മുറിയുടെ അവിടെ ചെല്ലുമ്പോഴേ അമ്മ എന്നെ കണ്ട പാടെ കഥ കടച്ചു കളയും. എന്നിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് പുറത്തു വരുള്ളൂ. എന്നാ പിന്നെ നിനക്കിത് മുമ്പ് എന്നോട് പറയായിരുന്നില്ലേ? അല്ലേട്ടാ ഞാൻ വിചാരിച്ച അമ്മ വല്ല ധ്യാനിക്കുമായിരിക്കും. വേറൊന്നുമല്ല, ഇവിടെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പൊതുവെ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ എനിക്കറിയാൻ പറ്റിയത് ഈ അമ്മയുടെ ആൾക്കാരൊക്കെ പഴയ രാജകുടുംബത്തിലേക്ക് അംഗമായിരുന്നു എന്നാ. അപ്പൊ ചിലപ്പോ അന്നത്തെ വല്ല വില കൂടി വല്ല സാധനമായിരിക്കും. അതുകൊണ്ട് അമ്മ ക്ലീറ്റോ ചേട്ടാ. രാജകുടുംബത്തിലെ ആൾക്കാരാണ് ഇത്. ഒരോഞ്ഞ മോനും കരിക്കട്ട പോലത്തെ മോളും. ദേ ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഓ വലിയൊരു സുന്ദരിക്കോത. കനക ആ സാധനം മേടിച്ചെടുക്കാനുള്ള വഴി നോക്ക് നീ. എന്ത് വഴി? വഴിയുണ്ട്. അമ്മയുടെ മനസ്സിലിരിക്കണ എന്താണെന്ന് നമുക്കറിയണം. ആ താക്കോൽ എന്തിന്റെയാണെന്ന് അറിയണം. അത്രല്ലേ ഉള്ളൂ. എന്റെ അറിവില് നല്ലൊരു ഡോക്ടറുണ്ട്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ മിടുക്കനാണ്. അമ്മയെ കൊണ്ട് അവിടെ കിടത്തി കൊടുത്താ അമ്മയുടെ ഉള്ളിൽ തത്ത പറയും പോലെ പറഞ്ഞോളൂ എന്താണ്. തള്ളു നിർത്താളിയാ. മണ്ടത്തരം പറയല്ലേ ക്ലീറ്റോ ചേട്ടാ. ഈ സമയത്ത് അമ്മ വിളിച്ചാ വരുമോ? ഹിപ്നോട്ടിസം എന്തെന്നാ നാത്തൂന് ഇത്? ചുമ്മാ അതൊന്നും എനിക്ക് എങ്ങനെ എടുക്കുന്നൊന്നും അറിയണ്ട. അത് അന്യാദിനെ പെട്ടുപോകും. നീ അതെങ്ങനെയും മേടിക്കാൻ നോക്ക്. ഏട്ടാ ഒരു കാര്യം ഞാൻ പറയാം. അമ്മയെ ദേഷ്യം പിടിപ്പിച്ച ഒരു കാലത്തും അമ്മ അത് കാണിച്ചു തരില്ല. ഇപ്പൊ നമ്മള് ചോദിച്ചോണ്ടിരുന്നതിന് അമ്മക്ക് തീരെ പറ്റിയിട്ടില്ല. ഞാൻ പോയിന്ന് ചോദിച്ചാലോ? മതി, അങ്ങോട്ട് ചെന്നാ മതി. അതെ അളിയെന്നെ ഇതിപ്പോ പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് കിട്ടിയതാണെങ്കിൽ അറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് അമ്മാവനെ വിളിച്ച് ചോദിക്കാം. അല്ല അത് വേണ്ട. അല്ല അത് വേണ്ട. അയാളെ വിളിച്ച് നീ ഇത് അറിഞ്ഞിട്ട് അതിന്റെ ഷെയർ അങ്ങേരും കൊണ്ട് കൊടുക്കേണ്ടി വരും. ഷെയർ കൊടുക്കല് പിന്നല്ലേ, ആദ്യം എന്താന്ന് അറിയാലോ. ചേട്ടാ ഇനി അഥവാ കൊടുത്താലും ഒരു കുഴപ്പമില്ല. പുള്ളിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. അതൊക്കെ നമുക്ക് തന്നെ ഉള്ളതല്ലേ. അഥവാ ചോദിച്ചാൽ തന്നെ ഒരു 1.5 പവന്റെ മാല നിന്ന് എടുത്തു കൊടുത്തേക്കാം. അത്രയും പോലെ. ഒന്നും കൊടുക്കണ്ട. കൊടുക്കാന്ന് പറഞ്ഞ് വിളിക്കുക. കൊടുക്കാതിരുന്ന പോരെ. പറഞ്ഞത് ന്യായം. പിന്നെ അമ്മാവനെ വിളിക്കുന്നീന്ന് നീ നോക്കി നിക്കുക. വരാൻ പറഞ്ഞോട്. വിളിക്കല്ലേ? ഒരു നിമിഷം. വിളിക്കണതിന് മുമ്പ് എനിക്ക് അളിയന്റെ അടുത്തൊരു കാര്യം. ഇനി ഇതെല്ലാം കാര്യം കഴിഞ്ഞു കഴിയുമ്പോ കാല് മാറരുത്. എല്ലാം നേരെ പപ്പാതി. പൊടി ഈ മാതിരി ചൊറിഞ്ഞ വർത്താനൊന്നുമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുന്നേ. എന്നാ വിളിക്കണ്ട. അമ്മാനെ വിളിക്കണ്ട. ആർക്കും കിട്ടൂലാട്ടാ. വിളിക്കണോ? വിളിക്കണ്ടേ? വിളിക്കാനല്ലേ നിന്നോട് പറയണത്. അമ്മ കേക്കരുതെന്ന്. കേട്ടേ പറഞ്ഞു നടക്കൂല. അമ്മാവാ ഒന്ന് ഇതുവരെ വരണമല്ലോ. എന്താ പെങ്ങളെ പ്രശ്നം? എന്താ ഇവിടെ ഉണ്ടായേ? ഈ കുട്ടികളെന്നോടെല്ലാം പറഞ്ഞു. കനകം കുറെ കാര്യങ്ങൾ പറഞ്ഞു, തങ്കം കുറെ സങ്കടം പറഞ്ഞു. ഒന്നുമില്ലാണ്ട് അവരെന്നെ വിളിച്ചു വരുത്തി ഇതൊക്കെ പറയോ? എന്താ ഉണ്ടായേ?
എന്റെ പൊന്നഴകേശ, നീ ഉദ്ദേശിച്ച കണക്ക് ഒന്നും ഇവിടെ ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ഇല്ല. എന്റെ ചേച്ചി, നീ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒന്നുമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അവരുടെ വിഷമം കണ്ടില്ലേ? ഈ കുട്ടികൾ വിഷമിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് വിഷമം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഈ വയസ്സുകാലത്ത് എന്തിനാ അവരെ വിഷമിപ്പിക്കണേ? അവരെന്താ ചോദിക്കണെച്ചാൽ അതിനുള്ള ഉത്തരം അങ്ങോട്ട് പറഞ്ഞൂടെ? എടാ, അവർക്ക് എന്നും വിഷമങ്ങളേ ഉള്ളു. ഇനി എന്ത് കൊടുത്താലും അവർക്ക് മതി വരത്തില്ല. എടാ, എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശ് 2000 രൂപ എടുത്തിട്ട് ഞാൻ അവർക്ക് വീതിച്ചു കൊടുത്തില്ല. ഇനി ഞാൻ എന്താ വേണം? ഒന്ന് നിർത്ത്. എപ്പ വന്ന് എന്ത് ചോദിച്ചാലും ഭർത്താവിന്റെ 12,000 റുപ്യ പെൻഷൻ. ഈ ഭർത്താവ് ആരാ? ആ കുട്ടികളുടെ അച്ഛനല്ലേ? അവർക്ക് അതിൽ അവകാശമില്ലേ? ഓ, എടാ, അവർക്ക് അവകാശപ്പെട്ടതൊക്കെ ഞാൻ കൊടുത്തു. ഈ ഒരു കാര്യം ഞാൻ എന്താണെന്ന് അവരോട് പറയത്തില്ല. അത്രേ ഉള്ളൂ. എന്റെ ചേച്ചി, അവര് ചേച്ചി പറഞ്ഞ ഏത് കാര്യങ്ങളാണ് നടത്താതിരുന്നിട്ടുള്ളത്? ഇപ്പൊ തങ്ക ഒരു അവിവേകം കാണിച്ചു, അവന്റെ കൂടെ ഓടിപ്പോയി. ചേച്ചി നിർബന്ധിച്ച് വീട്ടിൽ കയറ്റണമെന്ന് പറഞ്ഞപ്പോ കനകൻ അതിന് സമ്മതിച്ചില്ലേ? ഏത് കാര്യമാണ് അവർ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുള്ളത്? അങ്ങനെ ചേച്ചി പറയണതൊക്കെ അവര് ചെയ്യുമ്പോ അവരാവശ്യപ്പെടുന്നത് ചേച്ചിക്ക് അങ്ങ് പറഞ്ഞാ എല്ലാ കാര്യവും ഞാൻ സാധിച്ചു കൊടുക്കാം. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അമ്മാവ, ഞങ്ങൾ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഈ താക്കോലും തെരഞ്ഞിങ്ങനെ നടക്കാണ് വീടിന്റെ ചുറ്റോറും. അമ്മ, എന്താണ് ഈ തെരയണത്? എന്താ നിങ്ങളതൊന്ന് പറയും? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ അമ്മയ്ക്ക് എന്തിനാണ് ഈ വാശി? അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ലടാ, അത് ഇന്ന മാതിരിയുള്ളൂ, ഇതാണ് സംഭവം എന്ന് പറയണ്ടേ? വയസ്സായില്ലേ? ഇപ്പൊ താക്കോലി ഇവിടെ പോയി പുറത്തേക്ക് എങ്ങനെ ഇറങ്ങി പോകുമ്പോഴാ പോയെങ്കിലോ? ആ പെട്ടിയെ കുറിച്ച് ഇവരാരും അറിഞ്ഞില്ലെങ്കിലോ? ആ സ്വത്ത് നാശായി പോവില്ലേ? എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അമ്മ പറയണ്ട. പറയണത് വെറുതെ അല്ല അമ്മ. ഈ എങ്ങാണ്ട് അതിലിരിക്കുന്ന സാധനം ഇവിടുന്ന് മോഷണം പോയാ എല്ലാരും കൂടെ എന്നെ സംശയിക്കും. അതുകൊണ്ട് എന്റെ അടുത്തെങ്കിലും പറയാമ്മ എന്താണെന്ന്. അല്ലാതെ പിന്നെ ആരെ സംശയിക്കും? മോഷണം പോയി ഞങ്ങൾ പോട്ട്. എന്റെ അമ്മ, ഞങ്ങൾക്ക് അത് വേണ്ട, സത്യമായിട്ടും വേണ്ട. അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. അതെ, പിറ്റ കാലം കൊടുക്കുക അവരെടുക്കുക, എന്താ ആയിക്കോട്ടെ. അതെന്താണെന്നൊന്ന് അറിയാനല്ലേ? അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ കാര്യം പറയത്തില്ല. അല്ല, അങ്ങനെ പറയുമ്പോ ഇപ്പൊ എനിക്ക് തന്നെ ഒരു ആഗ്രഹം അത് കാണാനുള്ളത്. ഞാനെന്നെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ അപ്പൊ കുട്ടികൾക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടാവും? അവര് ആഗ്രഹിച്ചോണ്ടെങ്കിൽ നീയും ആഗ്രഹിച്ചോ? അല്ല, നമ്മുടെ അമ്മ മരിക്കുമ്പോ അമ്മയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ലേ? അത് ചേച്ചിയല്ലേ കൊണ്ടുവന്ന്? അതന്നെ. അപ്പൊ ഈ താക്കോൽ ഇനി ആ പെട്ടിയുടെ എങ്ങനെയാവോ? അങ്ങനെയാണെങ്കിൽ ആ പെട്ടിക്കകത്ത് എന്താണെന്ന് എനിക്കും കൂടി അറിയാൻ അവകാശം. നീ എന്നെ ചോദ്യം ചെയ്യാനും അവകാശം ചോദിക്കാനും വന്നതാണാ? അല്ല ചേച്ചി, ഞാൻ അവകാശം ചോദിക്കാനൊന്നും വന്നതല്ല. ഇത് എന്നെ അറിയാത്ത പോലെ പറയുന്നു. എനിക്ക് ആർക്ക് വേണ്ടി അവകാശം ചോദിക്കണേ? എനിക്കുള്ളതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ? എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടില്ലേ? അത് മാത്രം പറയരുത്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഞാൻ വരും, ചോദിക്കും, എല്ലാവരും ഇടപെടും. അപ്പൊ എന്നെ അങ്ങനെ കാണരുത്. അമ്മാവാ, ഇതെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മാവൻ ചോദിച്ചതിന് മറുപടി പറയാനേ. ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയത്തില്ല. അമ്മയുടെ വാശിയാ, മനഃപൂർവ്വം വാശി തന്നെ ആയിക്കോട്ടെ. അങ്ങനെ മനഃപൂർവ്വം വാശി ഉണ്ടാകാൻ പാടില്ല അമ്മ. അങ്ങനെ ഒരു സ്വകാര്യമെങ്കിലും എനിക്ക് വേണമല്ലോ സൂക്ഷിച്ചു വയ്ക്കാൻ. എന്തിനാ? ഞങ്ങൾക്ക് അങ്ങനെ സ്വകാര്യം ഇല്ലല്ലോ. ചേച്ചി, ഈ കാര്യത്തിൽ എനിക്ക് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇവിടെ രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് അറിയാം. അതെ, ഒരു പ്രാവശ്യത്തേക്ക് പറയാമോ എന്താണ്? ഒരു പ്രാവശ്യത്തേക്ക്. അത് തന്നെ അമ്മ, നമ്മളെല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ. ഒരേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ പറ്റില്ല അമ്മ. അത് പറയണം അമ്മ. അത് പറഞ്ഞേ പറയാമ്മ. പിള്ളേർ ഇത്രയും നിർബന്ധിക്കുമ്പോ അത് പറയേ. ഇവിടെ അവരുടെ കൂടെ ജീവിക്കേണ്ടതല്ലേ? അമ്മ ഒന്ന് പറഞ്ഞാലെങ്കിലും ഒന്ന് പറയാൻ പാടില്ല അമ്മേ. അമ്മേ, നമ്മളിവിടെ ഒരു വീട് താമസിക്കല്ലേ, അപ്പൊ എന്തിനാണ് ഇങ്ങനെ സ്വകാര്യം? ഞാൻ അമ്മ സ്വന്തം അമ്മയെ പോലെയല്ലേ നോക്കുന്നേ. ഇതിനൊക്കെ എതിര് നിൽക്കുമ്പോഴും ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാറില്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഇത്ര നേരം അമ്മ ചോദിച്ചു കഴിഞ്ഞിട്ട് അമ്മക്ക് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിള്ളേർക്ക് അമ്മാമനോടുള്ള വില ഇല്ലാണ്ടാവും. അമ്മേ, ഈ കാര്യം അമ്മ ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളില്ലാന്ന് അമ്മ വിചാരിച്ചു. ഞാൻ എന്നെ കുറച്ചുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ഞങ്ങൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞങ്ങൾ പറ. ഞാൻ ഒരിക്കലും ഇനി ഈ വീട്ടിൽ കയറില്ല. ചേച്ചി ഒറ്റപ്പെടില്ല. എടാ, നിനക്കറിയാമോ, എന്റെ ഹവീൽദാരി മരിച്ചതിന് ശേഷം അച്ഛൻ ഇല്ലാത്ത ദുഃഖം അവരെ അറിയിക്കരുതെന്ന് കരുതി പൊന്നെ പോറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വളർത്തിയെടുത്തത്. അവരുടെ എന്താഗ്രഹമുണ്ട് ഞാൻ സാധിച്ചു കൊടുക്കാത്തത്? ഈ ഒരാഗ്രഹം. മക്കളെ, നിങ്ങളുടെ വായിൽ തന്നെ ഞാൻ ഇതൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് തൃപ്തിയായില്ല? നിങ്ങളെ 4 പേരും കൂടെ എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് എന്തിനാണ്? ശരി, ഏത് മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഒരു സ്വകാര്യം കാണും. അതിനെനിക്ക് വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതല്ലേ? ശരി, കാണിച്ചില്ല. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം. ആരും ഇവിടെ നിന്ന് പോവരുത്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ കൊണ്ടുതരാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൂടെ വീതിച്ചെടുത്തോ. എനിക്ക് വേണ്ട. അതെ അമ്മാവ, നിങ്ങള് രാജകുടുംബത്തിലെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയാണോ അമ്മാവ?
അല്ല ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ജമ്മിമാരായിരുന്നു അന്നത്തെ കാലത്ത് അച്ഛനും അമ്മയൊക്കെ. എനിക്കറിയാലോ, എനിക്കൊരു വീടും കൂടി ഇല്ല അമ്മാവ. അതിൽ നിന്ന് കിട്ടുന്ന വീതത്തിൽ നിന്ന് എനിക്കും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 4 സെന്റ് സ്ഥലം മേടിക്കാൻ പാടില്ലേ? തങ്കത്തിന് അല്ല എന്റെ അമ്മയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് ഊസത്തായിട്ട് എനിക്ക് തരാന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. പക്ഷേ പെങ്ങളത് അമ്മ മരിച്ചപ്പോൾ ഇങ്ങോട്ട് അടിച്ചോണ്ട് പോന്നു. അതിന്റെ ആണ് ചാവിയെങ്കിൽ അതിന് പൂർവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും ചേച്ചിക്കും തുല്യമായിട്ട് വീതിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അത് തങ്കത്തിന് തരൂലേ? ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ്. വേണ്ട വേണ്ട, ആരും തുറക്കണ്ട. അവനല്ലേ പെട്ടി തുറപ്പിക്കാൻ വന്നത്, അവൻ തന്നെ തുറക്കട്ടെ. അല്ല ചേച്ചി പിടിക്കടാ. എന്നാ ചാവി. നിങ്ങൾ കൈയെടുക്കേ, ചേച്ചി എന്നോടല്ലേ തുറക്കാൻ പറഞ്ഞു, ഞാൻ തുറക്കാം. എനിക്ക് വേണ്ട, എന്തിനാ ഞാൻ തുറക്കാം. വിട്ടേക്ക്, ഞാൻ തുറക്കും. അയ്യോ താക്കോൽ അവിടെ അല്ല മാമ. എനിക്കറിയാം. അത് മതി മതി വിട്. ഞാൻ കൈയെടുക്ക് മറ്റേ കൈയെല്ലാരും മാറ്റിയാലും ഞാൻ തുറക്കൂട്ടോ. രണ്ടുപേരും കൈ മാറ്റി. അത് ഞാൻ തരാം. ഇത് ഞാന് ഹബീൽദാരും കൂടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് എടുത്ത ഫോട്ടോയാണ്. ഇത് അദ്ദേഹം ജോലിക്ക് പോയിട്ട് ശേഷം എനിക്ക് അയച്ച കത്താണ്. നിങ്ങൾക്കിത് നിസാരമാണ്, പക്ഷെ എനിക്കിത് ജീവനാടാ, എനിക്കിത് ജീവനാണ്. നിങ്ങൾ എന്ത് കാണിക്കുമ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണം തോന്നിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ എന്നെ ഇട്ട് വിഷമിപ്പിക്കുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ജീവിക്കാനൊരു ധൈര്യം തന്നത് ഈ ഫോട്ടോ ഈ എഴുത്തുമാണ്. പിന്നെ എനിക്ക് നിന്നോട് സ്നേഹമില്ല അല്ലേടി? സ്നേഹമില്ലാഞ്ഞിട്ടാണോ നീ ഈ വേണ്ടാതീനം കാണിച്ചപ്പോ നിന്നെ ഞാൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? എടി സ്നേഹം കൂടുതൽ കൊണ്ടാണ്, ഒരമ്മമാരും ചെയ്യാത്തതാണത്. എനിക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ വേണ്ടി നിങ്ങളെന്റെ കണ്ണും കരളുമായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറയണം കേട്ടാ? കേൾക്കുന്നുണ്ടാ നമ്മുടെ മക്കള് പറയുന്നതൊക്കെ? അങ്ങനെയാണ് അങ്ങനെയാണ്. Versus Alien.